വളരെ അതായത് വളരെ വേഗത്തിൽ തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തന്നെ ഈ മണലുകൾ നീക്കം ചെയ്യാനായിട്ട് സർക്കാർ തയ്യാറാകണം. നമസ്കാരം, നമ്മുടെ എരുമേലിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് എരുമേലിയിലെ സാമൂഹ്യ പ്രവർത്തനം, എരുമേലിയെ അത്രയധികം തൊട്ടറിഞ്ഞ് സ്പർശിച്ചറിഞ്ഞ ഇതുപോലൊരു വ്യക്തിയെ മറ്റൊരാളെ നമുക്ക് കാണിക്കാനില്ല. നമ്മുടെ രവി സാറാണ്, രവീന്ദ്രൻ സാർ നമ്മളിപ്പോൾ ഇന്ന് ചേരുന്നതാണ് നമ്മുടെ എരുമേലിക്കൊപ്പം. നമസ്കാരം, ഞാൻ രവീന്ദ്രൻ എരുമേലി. നമുക്കറിയാം സാർ, ഇതുപോലെ തന്നെ 2018 ശേഷം ഇപ്പം വലിയൊരു പ്രളയം നമ്മുടെ എരുമേലിയെ തന്നെ അതുപോലെ തന്നെ കേരളത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടായിരിക്കുകയാണ്. അപ്പം ഇത് സംബന്ധിച്ച് എന്താണ് ഇതിൻ്റെ പ്രശ്നം അല്ലെ കാരണം എന്ന് കണ്ടെത്താൻ കേരളത്തിലെ പലരും, എന്നാൽ ഒരു ദുരന്തം 2018 കഴിഞ്ഞു, അതിനുശേഷം അടുത്തൊരു ദുരന്തം വരുമ്പോഴും ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തി അതിനൊരു പരിഹാരം കാണാൻ ശ്രമിക്കുന്നില്ല. അപ്പം അതേക്കുറിച്ച് സാറിന് എന്താണ് പറയാം? സർക്കാരിൻ്റെ ഭാഗത്ത് ഒത്തിരി അനാസ്ഥകളുണ്ട്. ഒന്ന്, ഈ ആറ്റുതീരത്തും നദികളുടെ തീരത്തും തോട്ടുപക്കത്തും ഒക്കെ താമസിക്കുന്ന ആൾക്കാരെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു പുനരധിവാസ പാക്കേജ് വെച്ച് അവരെ മാറ്റി പാർപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്, സ്ഥിരമായിട്ട്. മറ്റൊന്ന്, ഈ മലമുകളിൽ നിന്ന് ഉരുളുകൾ പൊട്ടുന്നത് അത് മണ്ണിൻ്റെ ഘടന അനുസരിച്ച്, കേരളത്തിലെ മണ്ണിൻ്റെ സ്വഭാവം അനുസരിച്ച് ഒരു ഉറച്ച മണ്ണുള്ള പ്രദേശങ്ങളല്ല കേരളത്തിൽ, വ്യത്യസ്തമാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ മണ്ണിൻ്റെയും കാലാവസ്ഥയും നമുക്കൊരിക്കലും അനുകൂലമായ ഘടകങ്ങളല്ല. രണ്ടാമത്, മൊത്തത്തിൽ ഡാമുകളിലും തോടുകളിലും ഒക്കെ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണലുകൾ, അതായത് ടൺ കണക്കിന് മണലുകൾ സമയാസമയം അത് നീക്കം ചെയ്യാത്തതിൻ്റെ ഒരു പരിമിതിയും പ്രശ്നങ്ങളും അതിരൂക്ഷമായിട്ട് ഈ വെള്ളം ഉയരുവാൻ കാരണമാകുന്നുണ്ട്. കാരണം ഇപ്പം വെള്ളം ഒഴുകിപ്പോകാനുള്ള യഥേഷ്ടം ആഴവുമില്ല, യഥേഷ്ടം വീതിയുമില്ലാത്ത അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ സാഹചര്യം നമ്മളെ പലപ്പോഴും വീർപ്പ് മുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്കാണ് കടന്നു പോകുന്നത്. ഇതിന് വളരെ വേഗത്തിൽ തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തന്നെ ഈ മണലുകൾ നീക്കം ചെയ്യാനായിട്ട് സർക്കാർ തയ്യാറാകണം.